بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മദ്രസകളിലെ അർദ്ധവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള മോഡൽ ചോദ്യപേപ്പറുകൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്തു വെക്കുക. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോയിലൂടെ നമ്മൾ താരീഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം. 6 ചോദ്യങ്ങളുണ്ട്. അതിനോടൊക്കെ യോജിക്കുന്ന ഉത്തരം ഇടത് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ആ ഓപ്ഷൻസുകൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. 14, 15, 1600, 3000, 200, 93. ചോദ്യങ്ങൾ നോക്കാം. 1. ഖൈബറിൽ കൊല്ലപ്പെട്ട യഹൂദികൾ 93. ഖൈബറിൽ കൊല്ലപ്പെട്ട യഹൂദികൾ 93. 2. ഖൈബറിലേക്ക് പുറപ്പെട്ട കുതിരപ്പടയാളികൾ 200. ഖൈബറിലേക്ക് പുറപ്പെട്ട കുതിരപ്പടയാളികൾ 200. മൂന്നാമത്തത് ഖൈബറിലേക്ക് പുറപ്പെട്ട സ്വഹാബികൾ എത്രയാണ്? അതിനോട് യോജിക്കുന്ന ഉത്തരം 1600. ഖൈബറിലേക്ക് പുറപ്പെട്ട സ്വഹാബികൾ 1600. നാലാമത്തെ ചോദ്യം ഖൈബറിൽ ഷഹീദായ സ്വഹാബികൾ അതിനോട് യോജിക്കുന്ന ഉത്തരത്തെ 15. ഖൈബറിൽ ഷഹീദായ സ്വഹാബികൾ 15. അഞ്ചാമത്തെ ചോദ്യം കിടങ്ങ് കീറുന്ന സ്വഹാബികളുടെ എണ്ണം. കിടങ്ങ് കീറുന്ന സ്വഹാബികളുടെ എണ്ണം എത്രയാണ്? 3000. 3000 അതിൻ്റെ ഉത്തരം. ആറാമത്തത് ബദറിൽ സ്വഹാബികളിൽ നിന്ന് ഷഹീദായവർ അതിനോട് യോജിക്കുന്ന ഉത്തരം 14. ബദറിൽ സ്വഹാബികളിൽ നിന്ന് ഷഹീദായവർ 14. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം. 4 ചോദ്യങ്ങൾ അതിൻ്റെ അവസാന ഭാഗം പൂർത്തീകരിക്കാനാണ്. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംബന്ധിക്കാത്ത യുദ്ധങ്ങൾക്ക് ഡാഷ്. അവിടെ എന്താ ചേർത്ത് കൊടുക്കേണ്ടത്? ശരീഅത്ത് എന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംബന്ധിക്കാത്ത യുദ്ധങ്ങൾക്ക് ശരീഅത്ത് എന്ന് പറയുന്നു. 2. യുദ്ധവും അക്രമവും ഒരിക്കലും ഇസ്ലാം ഡാഷ്. അവിടെ ചേർക്കേണ്ടത് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. യുദ്ധവും അക്രമവും ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഇനി മൂന്നാമത്തത് അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസമായിരുന്നു ബദറിൽ മുസ്ലിങ്ങളുടെ ഡാഷ്. അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് അവലംബം. അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസമായിരുന്നു ബദറിൽ മുസ്ലിങ്ങളുടെ അവലംബം. നാലാമത്തത് ബദറിൽ ശത്രുപക്ഷത്തു നിന്ന് അബൂജഹൽ ഉൾപ്പെടെ 70 ഡാഷ്. അവിടെ ചേർക്കേണ്ടത് പേർ കൊല്ലപ്പെട്ടു എന്നാണ് ചേർക്കേണ്ടത്. ബദറിൽ ശത്രുപക്ഷത്തു നിന്ന് അബൂജഹൽ ഉൾപ്പെടെ 70 പേർ കൊല്ലപ്പെട്ടു. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം. അവിടെ 5 ചോദ്യങ്ങളുണ്ട്. 1. ഉഹദിൽ മുസ്ലിങ്ങളുടെ പതാക വഹിച്ചിരുന്നത് ആരാണ്? ഉഹദ് യുദ്ധത്തിൽ മുസ്ലിങ്ങളെ പതാക വഹിച്ചത് ആരാന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉംറ ചെയ്യാൻ ആഗ്രഹിച്ച ഹിജറ വർഷവും മാസവും ഏതാണ്? നബി തങ്ങൾ ഉംറ ചെയ്യാൻ ആഗ്രഹിച്ച ഹിജറ വർഷവും മാസവും ഏതാണ്? അതിൻ്റെ ഉത്തരം ഹിജറ 6-ാം വർഷം ദുൽഖഅദ് മാസം. ഹിജറ 6-ാം വർഷം ദുൽഖഅദ് മാസം. മൂന്നാമത്തെ ചോദ്യം മദീനയിലെ 3 ജൂത ഗോത്രങ്ങളേവ? മദീനയിലുണ്ടായിരുന്ന 3 ജൂത ഗോത്രങ്ങളെ പേരെഴുതാനാണ്. 1. ബനു ഖൈനുഖാ, 2. ബനു ഖുറൈള, 3. ബനു നളീർ. ബനു ഖൈനുഖാ, ബനു ഖുറൈള, ബനു നളീർ. നാലാമത്തെ ചോദ്യം ഉംറ നിർവഹിക്കാൻ വന്നവരാണ്, മറ്റൊരു ഉദ്ദേശ്യവുമില്ല എന്ന് ഖുറൈശികളെ അറിയിക്കാൻ ഹുദൈബിയയിൽ നിന്ന് മക്കയിലേക്ക് അയച്ചത് ആരെയാണ്? ഉംറ നിർവഹിക്കാൻ വന്നവരാണ്, മറ്റൊരു ഉദ്ദേശ്യവുമില്ല എന്ന് ഖുറൈശികളെ അറിയിക്കാൻ ഹുദൈബിയയിൽ നിന്ന് മക്കയിലേക്ക് അയച്ചത് ആരെയാണ്? അതിൻ്റെ ഉത്തരം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ. 5. ഖൈബർ എന്ന പ്രദേശത്ത് താമസിച്ചിരുന്നത് ആരാണ്? ഖൈബർ എന്ന പ്രദേശത്ത് താമസിച്ചിരുന്നത് ആരാണ്? അതിൻ്റെ ആൻസർ യഹൂദികൾ. യഹൂദികൾ എന്നാണ് അതിൻ്റെ ഉത്തരം. ഇനി നാലാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം. 3 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തത് ഹുദൈബിയ കരാറിലെ വ്യവസ്ഥകളിൽ നിന്ന് 2 എണ്ണം. എന്താണ് അതിൻ്റെ ഉത്തരം? മുസ്ലിങ്ങൾ ഇപ്പോൾ മക്കയിൽ പ്രവേശിക്കരുത്, മദീനയിലേക്ക് തന്നെ മടങ്ങുക, അടുത്ത വർഷം ഉംറ നിർവഹിക്കാം, 10 വർഷം പരസ്പരം യുദ്ധം പാടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഹുദൈബിയ കരാറിലെ വ്യവസ്ഥകൾ. അതിൽ നിന്ന് 2 എഴുതാനാണ് പറഞ്ഞത്. നമ്മൾ പഠിക്കുമ്പോൾ മുഴുവനായിട്ട് പഠിക്കുക. ഒന്നും കൂടി നോക്കാം.
മുസ്ലിങ്ങൾ ഇപ്പോൾ മക്കയിൽ പ്രവേശിക്കരുത്, മദീനയിലേക്ക് തന്നെ മടങ്ങുക, അടുത്ത വർഷം ഉംറ നിർവഹിക്കാം, 10 വർഷം പരസ്പരം യുദ്ധം പാടില്ല. ഇനി രണ്ടാമത്തെ ചോദ്യം, ബദറിലെ ദരിദ്രരായ തടവുകാർ മോചനം നേടിയത് എങ്ങനെ? ബദറിലെ ദരിദ്രരായ തടവുകാർ മോചനം നേടിയത് എങ്ങനെയാണ്? അതിൻ്റെ ഉത്തരം, മദീനയിലെ 10 പേർക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കുക എന്ന വ്യവസ്ഥയിൽ. മദീനയിലെ 10 പേർക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കുക എന്ന വ്യവസ്ഥയിൽ. മൂന്നാമത്തെ ചോദ്യം, ഖന്തഖ് യുദ്ധത്തിൻ്റെ മറ്റൊരു പേര്. ഖന്തഖ് യുദ്ധത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? അഹ്സാബ്. ഖന്തഖ് യുദ്ധത്തിൻ്റെ മറ്റൊരു പേര് അഹ്സാബ്. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.